ക്ഷേത്രങ്ങളിൽ നിന്നും പ്രസാദം കിട്ടാറുണ്ട്. അതിൽ ഫുഡ് ഐറ്റംസും ഉണ്ടാകും. എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തതരം പ്രസാദങ്ങളായിരിക്കും കിട്ടുക. ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രസാദങ്ങൾ കിട്ടുന്നതിന് പിന്നിലെ കാരണം അറിയാമോ? ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രസാദം അവിടുത്തെ ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, കൃഷിരീതി എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ ധാരാളമായി ലഭിക്കുന്നത് അരി, തേങ്ങ, ശർക്കര എന്നിവയാണ്. അതുകൊണ്ട് തന്നെ അരവണ പായസം, പാൽപ്പായസം, ശർക്കര പായസം എന്നിവയാണ് പ്രധാന പ്രസാദങ്ങൾ. ഈ ഫുഡ് ഐറ്റംസ് ശരീരത്തിന് നല്ല ഊർജ്ജം നൽകുകയും ദഹനത്തിന് സഹായിക്കുകയും ചെയ്യും. പ്രസാദങ്ങളിൽ ശർക്കര, ഇഞ്ചി, കുരുമുളക്, നെയ്യ്, ശർക്കര ഇവയൊക്കെ ചേർക്കാറുണ്ട്. നെയ്യ് ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശർക്കരയിൽ ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പോഷക സമ്പന്നമാണ്. ഏലക്ക, ഇഞ്ചി ഇവയ്ക്കൊക്കെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട്. ഇതുകൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം എളുപ്പമാക്കാനും സഹായിക്കും. പുരാതന ഭക്ഷണ രീതികളൊക്കെ ആയുർവേദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസാദവും ആയുർവേദിക് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പ്രസാദം കഴിക്കുമ്പോൾ മധുരം, ഉപ്പ്, കയ്പ്, പുളി എന്നിവയുടെയൊക്കെ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ആയുർവേദത്തിൽ പറയുന്ന ദോഷങ്ങളായ വാതം, പിത്തം, കഫം ഇവയൊക്കെ സന്തുലിതമാക്കാൻ പ്രസാദം സഹായിക്കുന്നുണ്ടെന്ന് ആയുർവേദം പറയുന്നു.